ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ഫുൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ചേട്ടനെ മോളെ എല്ലാം പിടിച്ചിരുത്തിയത് ഇത് നമ്മൾ സ്ഥിരം എല്ലാ ആഴ്ചയിലും, അതായത് സൺഡേസ് ആണ് കൂടുതലും ചെയ്യുന്നത്, സാറ്റർഡേസ് അല്ല, സൺഡേസ് ആണ് യൂഷ്വലി ചെയ്യാറ്. സൺഡേസ് ഈവനിങ്, എല്ലാ സൺഡേ ഈവനിങ്ങും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. കുറച്ച് നാളുകളായി ഇത് തുടങ്ങിയിട്ട്, കുറേ വർഷം മുന്നേ ഒന്നും തുടങ്ങിയൊന്നുമല്ല കേട്ടോ. അപ്പം പക്ഷെ ഇത് നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചല്ലേട്ടാ. അപ്പം ഇന്ന് എല്ലാരെയും കൂടെ എടുത്തിരിക്കുന്ന കാരണം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരാഴ്ചത്തെ ഫുഡ് പ്ലാനിങ് ആണ്. അപ്പം യെസ്, വീക്ക്ലി ഷെഡ്യൂൾ. അപ്പം വീക്ക്ലി ഷെഡ്യൂള് ഞങ്ങൾ വൈകുന്നേരം ഈ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് ആണ് അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ചെറുതാണെങ്കിലും പവർഫുള്ളായ നമ്മുടെ പിയക്കുട്ടീനെയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട്. കാരണം പിയ ആണല്ലോ പറയുന്നത് എന്ത് വേണമമ്മ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെയും കൂടെ ഇഷ്ടങ്ങൾ നമ്മൾ ചോദിച്ച് ചെയ്യുന്നത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കൊടുക്കുന്നത് ഇവര് കഴിക്കണ്ടേ, നമ്മൾ കൊച്ചുകുട്ടികളെ ഹെൽത്തിയാണ് നല്ലോണം കഴിക്കുകയും ചെയ്യും. എനിക്ക് വയ്യ, ഇതാരും ഇതൊക്കെ പറയുന്നതെന്നറിയോ, നല്ലതായിട്ട് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു, ലേസ് ഒക്കെ കഴിക്കുമായിരുന്നു, പിന്നെ അങ്ങനത്തെ കുറെ എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഈ ജങ്ക് സാധനങ്ങൾ കഴിക്കാൻ വലിയ താല്പര്യമായിരുന്നു. കാരണം നമുക്കിവിടെ തന്നെ താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അവിടെ പോയി അത് മേടിക്കുക, ഇത് മേടിക്കുക, കഴിക്കുക. അമ്മ ഒരു 10 രൂപ തരുമോ, അമ്മ ഒരു 20 രൂപ തരുമോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാ ഒരു 15 റുപ്പീസ് തരുമോ, 5 റുപ്പീസ് തരുമോ, ഇതൊക്കെയാണ് സ്ഥിരമുള്ള പരിപാടി. അപ്പൊ ഒരു ബറ്റാലിയനായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിനൊക്കെ. അപ്പൊ നമ്മൾ പിള്ളേരല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. പക്ഷെ പിന്നീട് മനസ്സിലായി നമ്മൾ തന്നെ ഇവരുടെ ഹെൽത്തിനെ നമ്മൾ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് മനസ്സിലായതിനെ കാട്ടിലും എന്നെ മനസ്സിലാക്കി തന്നത് ഈ മനുഷ്യനാണ്, ഫാദർ ഓഫ് ദ നേഷൻ. അതെ. അപ്പൊ ചേട്ടനാണെങ്കിൽ ജങ്ക് ഫുഡ്സ് പ്രൊമോട്ട് ചെയ്യില്ല. അത് എന്നെയാണെങ്കിലും കഴിക്കാൻ സമ്മതിക്കില്ല, മോളെ ആണെങ്കിലും കഴിക്കാൻ സമ്മതിക്കില്ല. അതാണ് നമ്മൾ ഈ ചിലപ്പോൾ ഒന്ന് എവിടെയെങ്കിലും പോയിട്ട് ഒരു ബർഗറോ ഒരു പിസ്സയോ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും പറയും ചേട്ടൻ കഴിക്കില്ല, ഭയങ്കര പാടാ. ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ പറയും നീ എന്റെ ആരോഗ്യം നീ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ചേട്ടൻ കഴിക്കണ്ട, ഞങ്ങൾക്ക് പിന്നെ ഡയറ്റ് തീർന്നു, എനിക്കിന്ന് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, മധുരം ഇട്ടൊരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഞങ്ങൾ അതേ പുറത്ത് പോയിട്ട് വന്നത്. അപ്പൊ ഒരു മധുരം ഇട്ടൊരു കോഫി പുറത്തുനിന്ന് കുടിച്ചപ്പോഴത്തേക്കും ആകെ പിസ്ഡ് ഓഫ് ആയി. പിന്നെ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റൂല, ഞാൻ എന്റെ ഡയറ്റ് കളഞ്ഞു, ഞാൻ ഇത്രയും മധുരം കഴിച്ചു. കുറ്റബോധം തോന്നി തുടങ്ങിയ പിന്നെ മനുഷ്യനെ പിടിച്ചാക്കിട്ടില്ല. അപ്പം ഒരു ഹായ് ഒക്കെ പറ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്. ചേട്ടാ ഒരു ഹായ് പറ. അയ്യോ ഇന്ന് നമ്മള് കടയിൽ പോയി, ഞങ്ങള് സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ, നമ്മുടെ ഫാമിലിയിലെ ഒരു ഫ്രണ്ടിനെ. അയ്യോ എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ, വന്ന് സംസാരിച്ചു, കൈ പിടിച്ചു. അപ്പൊ നമ്മുടെ പിയനെ കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത്. ഓടി വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ, അമ്മേന്റെ സബ്സ്ക്രൈബറാ ഒന്ന് പറയുമെന്ന് ചോദിച്ചു. ഒന്ന് പറയുമെന്ന് ചോദിച്ചു. പിയ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ സംസാരിച്ചു ഞങ്ങൾ കേട്ടോ. അപ്പം സത്യം പറഞ്ഞ ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എറണാകുളത്തെ ആള് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പെട്ടെന്ന് എനിക്ക് പേര് അങ്ങോട്ട് ഞാൻ ചോദിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ സോറി പേര് ചോദിക്കാന്നതിൽ. ആൻഡ് താങ്ക് യു സോ മച്ച്, ഓടി വന്നല്ലോ സംസാരിക്കാനായിട്ട്. ഭയങ്കര ഭയങ്കര സന്തോഷം കേട്ടോ. എന്നെക്കാട്ടിലും എക്സൈറ്റഡ് പിയായിരുന്നു. നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. അതെ അതെ, നമുക്ക് എല്ലാവരും കാണാൻ പറ്റും അമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫുഡ് പ്ലാനിങ് ആണ്. അപ്പൊ പണ്ട് നേരത്തെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ നമ്മുടെ ഈ മാസം തുടക്കമാകുമ്പോഴത്തേക്കും ഞാനും ഏട്ടനും മോളും കൂടി പോയി ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കും. ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. അതായത് ഒരു മാസത്തേക്കുള്ള പച്ചക്കറി, ഒരു മാസത്തേക്കുള്ള സാധനങ്ങളും എല്ലാം കൂടെ വാങ്ങിച്ചു വെച്ചിട്ട് ചീത്തയായി ഫ്രിഡ്ജ് നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും സ്ഥലം ഉണ്ടാവില്ല. എല്ലാം കൂടെ വെച്ച് അവസാനം ആകെ മെസ്റ്റപ്പായി കേടായി പോകും. കാരണം നമ്മൾ ഓർക്കില്ലല്ലോ ഇത്രയും സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ഉണ്ടാവില്ല എന്ന് വെച്ച് വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് അതെല്ലാം ചീത്തയായിട്ട് എടുത്ത് കളയും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണല്ലോ ഈ കിടന്ന് വെറുതെ വേസ്റ്റ് ആക്കുന്നത്. വേറെ ആർക്കും ഉപകാരപ്പെടുന്നതുമില്ല, നമ്മളത് കഴിക്കുന്നതുമില്ല, നമ്മളത് നശിപ്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സങ്കടം. അങ്ങനെ പിന്നെ ഏട്ടൻ കണ്ടുപിടിച്ച പ്ലാനാണ് നമുക്ക് വീക്ക്ലി സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പം ഈ മന്ത്ലി ആദ്യം തന്നെ പോയിട്ട് എല്ലാ സാധനങ്ങളും മേടിക്കുന്ന പരിപാടി നിർത്തി. പിന്നെ നമ്മുടെ ക്ലീനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കാറുണ്ട്. ഈ ടോയ്ലറ്റ് ക്ലീനിങ് ആണെങ്കിലും അല്ലാണ്ട് ഇവിടുത്തെ നമ്മൾ യൂഷ്വലി വീട് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളും ലിക്വിഡ്സും ഒക്കെ മേടിച്ച് വെക്കാറുണ്ട്. പക്ഷെ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വാങ്ങി സ്റ്റോക്ക് ചെയ്യാറില്ല. അപ്പം അത്യാവശ്യം ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള കടല, പയറ്, പരിപ്പ് ഇതൊക്കെ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ബാക്കപ്പ് ചെയ്യായിരുന്നു കുറേ. അതായത് ഇപ്പോൾ 2 കിലോ കടല അല്ലെങ്കിൽ 2 കിലോ പയറ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അതിൽ എന്താണ് പറയുക,
ഒരു കറുത്ത ഇത് വരില്ലേ, പ്രാണി വരില്ലേ, അത് വന്നിട്ട് ആകെ അത് ചെള്ളു പോലെ വന്നിട്ട് അത് ചീത്തയായി പോകും. അങ്ങനെ പിന്നെ എടുത്ത് കളയും. അതെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോകും. അങ്ങനെ പിന്നെ ഈ ഇരിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഓർക്കേയില്ല. ഓർക്കാണ്ട് നമ്മൾ വീണ്ടും സാധനങ്ങൾ മേടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറയും, ഏട്ടാ പയർ തീർന്നു പോകും, അത് തീർന്നു പറയുമ്പോൾ ഏട്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റോക്ക് ചെയ്തോണ്ടേയിരിക്കും. പക്ഷെ ഈ സാധനം ഇവിടെ ഇരിക്കുന്ന അങ്ങനെ ഇരുന്നു പോകും. അമ്മയ്ക്കൊരു പിങ്ക് പ്ലാനർ ഉണ്ട്. ആ പ്ലാനറിന്റെ അകത്ത് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെക്കും. എന്നിട്ട് അതില് മന്ത്ലി തിങ്സ് ടു ബൈ, വെണ്ടയ്ക്ക, കോവയ്ക്ക, സവാള, അതെല്ലാം എഴുതി. അതെ, അത് നമ്മൾ ഇപ്പോഴാണ് തുടങ്ങിയത്. നേരത്തെ നമുക്ക് അതൊന്നും ഇല്ലായിരുന്നു. കണ്ണി കാണുന്നില്ല, നമ്മൾ വാരി വലിച്ചിടുമായിരുന്നു അല്ലേ? ഞാൻ പിന്നെ ഒരു പുതിയ ബുക്ക് വായിച്ചേ. അത് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫുഡ് പ്ലാനർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതി വെക്കും. അപ്പൊ അതിൽ മൺഡേ എന്ന് എഴുതിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, ലഞ്ചിന് എന്താണ്, സ്നാക്സിന് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. സ്നാക്സ് എന്ന് പറയുന്നത് എനിക്കും ഏട്ടനല്ല, നമ്മുടെ ഈ പൊടിക്കുപ്പിക്കാണ് കേട്ടോ സ്നാക്സ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഇത്രയും ദിവസത്തെ എഴുതി വെക്കും. ചിലപ്പോൾ നമ്മൾ ഈ എഴുതി വെക്കുന്നത് നമ്മുടെ ചിലപ്പോൾ ആരോഗ്യസ്ഥിതി ഒരു വയ്യായ്മ ഉണ്ടാവുമെങ്കിലോ അല്ലെങ്കിൽ രാവിലെ ഈ പറയുന്ന പോലെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോവുകയോ, അപ്പം ചില ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 വട്ടം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അലാം കേൾക്കാണ്ട് ഉറങ്ങിപ്പോയി. അലാം വെച്ചത് എന്തോ പറ്റി, അങ്ങനെ അത് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ ഈ പ്ലാനിങ് മൊത്തം തെറ്റും. ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പണി പാടുമല്ലോ അങ്ങനെ. അപ്പം ഇങ്ങനത്തെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്, ഇത് മൺഡേയിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം ചിലപ്പോൾ ട്യൂസ്ഡേയിലുള്ള ഇത് എടുത്ത് മൺഡേ ഇടും, മൺഡേയിലുള്ള ട്യൂസ്ഡേ ഇടും. പക്ഷെ എങ്കിലും നമ്മൾ ഈ വാങ്ങിച്ച ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു 1 വീക്കിൽ തന്നെ തീരും. നമുക്ക് യൂസ് ചെയ്ത് തീർക്കും. അപ്പൊ നമുക്ക് ഒന്നും വേസ്റ്റേജ് വരില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ മേടിക്കത്തുള്ളൂ. അല്ലാണ്ട് ഒരുപാട് അങ്ങോട്ട് ബൾക്കായിട്ട് വാങ്ങിച്ചു 1 കിലോ വെണ്ടയ്ക്ക, 1 കിലോ തക്കാളിയൊക്കെ നമുക്ക് വേണ്ടി വരും. പക്ഷെ അല്ലാണ്ട് എല്ലാം ഇങ്ങനെ കുറെ മേടിച്ച് വെക്കില്ല. കുറച്ച് മാത്രം, അതായത് ഇപ്പോൾ ഒരു കറിക്കുള്ളത് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ മനസ്സിലുണ്ടാവും ഇന്ന കറിയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഓർത്തിട്ടായിരിക്കും ചെയ്യുക. പിന്നെ പനീർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചങ്ങ് സ്റ്റോക്ക് ചെയ്യാറില്ല. ആ സമയത്ത് പോയി ഇവിടെ തന്നെ താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോയി അങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഉള്ള പ്ലാനിങ് ആണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം പിയക്ക്? പൂരി. മൺഡേ പൂരിയാ? പൂരി ഉണ്ടാക്കാൻ പറ്റില്ല. ദോശ മതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേ ഫിക്സ്ഡ് ആണ്, ദോശ മതി എന്നുള്ളത്. പിന്നെ ചേട്ടന് കുഴപ്പമില്ലല്ലോ, ദോശ മതിയല്ലോ. നമ്മള് ചേട്ടനൊരു വിഷയമല്ല, പക്ഷെ നമുക്ക് ചേട്ടൻ വിഷയമാണ്. എന്തായാലും ദോശയാണ്. അപ്പൊ ദോശ ആൻഡ് ഓൾറെഡി ദോശ ആൻഡ് സാമ്പാർ. അത് കഴിഞ്ഞിട്ട് വേറെ ദോശ ഉണ്ടാക്കണ്ടേ? ഞാൻ വേണ്ട, സാമ്പാർ ഉണ്ടല്ലോ. അപ്പം സാമ്പാർ ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദോശയും സാമ്പാറുമാണ് പിയക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. പിയക്കല്ല, നമുക്ക് എല്ലാവർക്കും അതാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഓക്കെ, ഫോർ ലഞ്ച് റൈസ്. ഓക്കെ, ചോറ്, രസം ഉറപ്പായിട്ട് വെക്കാം. ചമ്മന്തി ഇഷ്ടായിരുന്നു അമ്മ തന്നത്. ശരി, ചമ്മന്തി. പിന്നെ വെണ്ടയ്ക്ക. ഓക്കെ, വെണ്ടയ്ക്ക. അപ്പൊ ഇത്രയാണ്. അപ്പൊ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ഒരു ചമ്മന്തി, രസം, ചോറ്, അത്ര മതി, ധാരാളം. അപ്പൊ നാളത്തെ ഉച്ചക്കത്തെ കാര്യം ഫിക്സ്ഡ് ആണ്. അപ്പൊ പിയ നോൺ വെജ് മീനൊന്നും കൊണ്ടുപോയില്ല, മീൻ കഴിക്കാറുമില്ല. പിന്നെ ചിക്കൻ ആണ്, ചിലപ്പോൾ ചിക്കൻ ഒരു ചെറിയ പീസൊക്കെ. അതൊക്കെ ചിക്കൻ പിയക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ചേട്ടനാണ് അല്ലേ ഏട്ടാ? ഞാൻ ഈ വലുതായിട്ടൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്. വളരെ ചിക്കിപ്പൊരിക്ക് എന്താണ്ടൊക്കെയോ ചെയ്ത് വളരെ കുഞ്ഞായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത് കഴിക്കും, ഡീപ് ഫ്രൈ അതാണ് കഴിക്കുക. ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതാ ടേസ്റ്റ്. അതുകൊണ്ടാണ് കറുത്തിരിക്കുന്നതും പിന്നെ ഉപ്പും വെറുതെ ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് കഴിക്കുന്നത്. അത് മാത്രമേ ഇഷ്ടമുള്ളൂ. വലിയ പീസ് അങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഓടും ആ വഴി. അപ്പൊ അത് കഴിക്കില്ല. അപ്പൊ പിന്നെ ഇനി സ്നാക്സ് ആണ്. സ്നാക്സിന് എന്താ വേണ്ടേ? സ്നാക്സിന് നമ്മള് കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോകും. ഞങ്ങൾ കഴിച്ചില്ല. മുറുക്കുണ്ട്. നാളെ മുറുക്ക്. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് മുറുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പൊ അരിമുറുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മുറുക്കാണ് പിയുടെ സ്നാക്സ്. മൺഡേയിലെ കാര്യം തീർന്നു. അച്ഛൻ ഒന്നും വാങ്ങാൻ സമ്മതിക്കില്ല. അച്ഛൻ ചന്ന പിന്നെ മസാല കടല. അതെന്ന് വെച്ചാല് പിയക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിനെ പോയി കണ്ടപ്പോഴത്തേക്കും ഡോക്ടറാണ് പറഞ്ഞത് ജങ്ക് ഫുഡ്സ് കൊടുക്കരുതെന്ന്. അപ്പൊ നമ്മൾ ഭയങ്കര ജങ്ക് കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ, പക്ഷെ എങ്കിൽ പോലും നമ്മൾ കഴിക്കുന്നത് പോലും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞത് കടല, ഈ അങ്ങനത്തെ വർഗ്ഗങ്ങളുണ്ടല്ലോ, ഈ കടല ഫ്രൈ ചെയ്തു. പയറാ
പയറല്ല, ഈ കപ്പലണ്ടി. അതായത് കടലയും കപ്പലണ്ടിയും ഇത് രണ്ടാണല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാണ്ട്, വാൾനട്ട്സ്, കാഷ്യൂനട്ട്സ്, ആൽമണ്ട്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാണ്ട് കൊടുത്തിട്ട് മറ്റേ ഈ ജങ്കായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ബിസ്ക്കറ്റ്സോ അങ്ങനത്തെ സാധനങ്ങൾ പോലും കൊടുക്കരുതെന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. ബിസ്ക്കറ്റ്സ് വലിയ താല്പര്യം ഇല്ല അപ്പിയക്ക്, പക്ഷെ ഈ വല്ലപ്പോഴും മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ക്രീം ബിസ്ക്കറ്റ്സ് അങ്ങനെയൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഓറിയോയിലെ ക്രീം മാത്രമേ മക്കളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ക്രീം അല്ലാണ്ട് ഓറിയോയിലെ ബിസ്ക്കറ്റ് ഇഷ്ടം. അതൊത്തിരി കഴിപ്പാ. പക്ഷെ എന്നാലും ഓറിയോ ബിസ്ക്കറ്റ്സ് ഇങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പം എന്താണെങ്കിലും മുറുക്ക് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്, അതുകൊണ്ടാണ് അരി മുറുക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മണ്ടയിലെ കാര്യം സെറ്റ്. ദോശ, സാമ്പാർ, ഉച്ചയ്ക്ക് റൈസ്, രസം, ചമ്മന്തി, വെണ്ടയ്ക്ക, പിന്നെ മുറുക്ക്. ഓക്കെ, ഇനി ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം? ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് വേണമായിരുന്നു. പുട്ട് വേണോ? ട്യൂസ്ഡേ പൂരി ഉണ്ടാക്കായിരുന്നു, കാരണം എനിക്ക് പോണ്ട. ഓക്കെ ശരി, അപ്പൊ ട്യൂസ്ഡേ നമുക്ക് പൂരി മസാല. മസാല. ഓക്കെ, ലഞ്ചിന് ചോറ് തന്നെ. ചോറ് മതിയോ? ആ, ചോറ് നമുക്ക് പുളിശ്ശേരി. എന്റെ പുളിശ്ശേരി. അപ്പൊ എന്നോട് മിക്കപ്പോഴും എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതെന്താ എപ്പോഴും പുളിശ്ശേരി എന്നുള്ളത്. പുളിശ്ശേരി രസത്തിന്റെ ആളാണിത്. അപ്പം അത് എന്തെങ്കിലും ഒരെണ്ണം വേണം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടി ഇനി സെപ്പറേറ്റ് കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ മീൻകറി ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് കഴിക്കുമ്പോൾ എണ്ണത് എടുക്കാം. ഞാൻ പിന്നെ മീൻകറി അങ്ങനെ കൊണ്ടുപോകാറില്ല. എനിക്ക് കുറച്ച് പുളിശ്ശേരി ചെറിയ അതാകുമ്പോ എനിക്ക് മാത്രം മതി, അത്രേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് അയ്യോ. ഓക്കെ, റൈസ്, പുളിശ്ശേരി, പിന്നെന്താ? പിന്നെ കോവയ്ക്ക. അയ്യോ, അവിടെ കോവയ്ക്ക, ചിക്കൻ ഫ്രൈ. എനിക്ക് ലഞ്ചിന് എപ്പോഴും 4 സാധനങ്ങൾ കിട്ടും. ശരി, അങ്ങനെ ചിലപ്പോ 3 സാധനങ്ങളൊക്കെ ഉണ്ടാവും. ചിക്കൻ കുറച്ചുണ്ടായതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ. ഇപ്പൊ ചപ്പാത്തി ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ചപ്പാത്തിയും ചാമ്പ് 2 സാധനം ഇല്ല, ചപ്പാത്തി പനീർ മസാല 2 സാധനം ഇല്ല, അങ്ങനെയാണ്. ഓക്കെ ശരി. സ്നാക്സിനോ? ടാപ്പിയോക്ക ചിപ്സ് ഇല്ലേ? യെസ്, ടാപ്പിയോക്ക നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടാപ്പിയോക്ക ചിപ്സ് ആണ് നമ്മള്. പൊട്ടറ്റോ ആയിരുന്നു വാങ്ങിക്കാൻ പോയത്, അമ്മ അതിങ്ങനെ നോക്കിട്ട് മറന്നുപോയി പറഞ്ഞിട്ട് ടാപ്പിയോക്ക വാങ്ങിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഹെൽത്തി കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ട്യൂസ്ഡേയിലേയും കഴിഞ്ഞു. പൂരി മസാല, പിന്നെ റൈസ്, പുളിശ്ശേരി, കോവയ്ക്ക, ചിക്കൻ ഫ്രൈ, ടാപ്പിയോക്ക ചിപ്സ്. ഇതിൽ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അത് അപ്പോഴത്തെ ഒരു മനോധർമ്മം അനുസരിച്ച് സമയം ഉണ്ടെങ്കിൽ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് വെനസ്ഡേയിലുള്ള കാര്യങ്ങൾ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുകടല. ഓക്കെ. ലഞ്ച് ചോർ റൈസ്. നമുക്ക് വെറൈറ്റി ആക്കാം. പിന്നെയും രസം അല്ലാണ്ട് പുളിശ്ശേരി അല്ലാണ്ട് വേറെ എന്ത് കറിയുണ്ട്? ഈ പടവലങ്ങ കറി ഇഷ്ടമാണോ? പടവലങ്ങയും പരിപ്പും? അല്ലെങ്കിൽ രസം തന്നെ. ഓക്കെ, അപ്പൊ തീയക്ക് അവർക്ക് രസം നമ്മള് നമ്മൾ അല്ലെങ്കിൽ രസം പുളിശ്ശേരിയും കഴിച്ചൊരു പരിവോ ആണ്. ഞങ്ങളന്ന് നമുക്കന്ന് പടവലങ്ങ പരിപ്പ് കറി വയ്ക്കാം. എനിക്കോ തീക്ക് രസവും പുളിശ്ശേരിയോ തരാം. പടവലങ്ങ പരിപ്പ് കറി കഴിക്കോ? കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും അവരുടെ അടുത്ത് കഴിച്ചില്ല. പടവലങ്ങ പരിപ്പ് കറി നല്ലതപ്പിയ. പരിപ്പൊക്കെ കഴിക്കണം, പ്രോട്ടീൻ കേട്ടോ, നമുക്ക് നല്ലതാ. സാമ്പാറിന്റെ പരിപ്പല്ല, വേറെ പരിപ്പ്, സിമ്പിൾ നിനക്ക് കഴിക്കുന്ന പരിപ്പ്. ശരി, അപ്പൊ റൈസ്, പടവലങ്ങ പരിപ്പ് കറി. പിന്നെ എന്ത് വേണം? പിന്നെ വേറെ നമുക്ക് വെജിറ്റബിൾ ഉള്ളത് ഏതാ? നമുക്ക് വെജിറ്റബിള് പാവയ്ക്ക ഫ്രൈ ഇഷ്ടമാണോ? കായ്പുള്ള സാധനം, പാവയ്ക്ക ഫ്രൈ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാലേ പാവയ്ക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പൊ പാവയ്ക്കയിൽ ഒരു 3-4 പീസ് എടുത്തിട്ട് വെറും ഉപ്പ്. എന്റെ കൂടെ ഉള്ള അഞ്ജലി ടീച്ചർ ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വ്ളോഗ്സിലൊക്കെ. അപ്പൊ അഞ്ജലി ടീച്ചർ ചെയ്യുന്ന ഒരു കാര്യമാണ്, രാവിലെ ഈ മക്കൾക്ക് ചെയ്യുന്നതെല്ലാം കുറച്ച് അരിഞ്ഞിട്ട്, എന്താണെങ്കിലും ഇപ്പൊ വെണ്ടയ്ക്കാണെങ്കിലും കോവയ്ക്കാണെങ്കിലും പാവയ്ക്കാണെങ്കിലും എല്ലാം ഇവർ തോരൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം കുറച്ചെടുത്തിട്ട് അത് ആദ്യം ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തങ്ങെടുക്കും. അതായത് വെറുതെ ഉപ്പ് മാത്രം തിരുമി, മഞ്ഞൾപ്പൊടി പോലും വേണ്ട, വെറുതെ ഉപ്പിട്ടിട്ട് തിരുമി അതങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ആ ബാക്കിയുള്ളത് അങ്ങ് വീട്ടിലെ മെഴുക്കുവരട്ടിയാക്കും. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ ആണ്. പക്ഷെ ടീച്ചർ പിന്നെ പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അങ്ങനെ കഴിക്കുള്ളൂ, അല്ലാണ്ട് മെഴുക്കുവരട്ടി ആക്കി വരുമ്പോഴത്തേക്ക് കഴിക്കില്ല എന്ന് പറയും. അപ്പൊ പാവയ്ക്കൊക്കെ പിന്നെ കുറച്ച് കയ്പുണ്ടായോണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. പാവം തീയല്ലേ അല്ലേ?
പാവയ്ക്ക കഴിക്കുന്ന പാവം പിയ. പാവയ്ക്ക കഴിക്കുന്ന പാവം പിയ. നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ അങ്ങനെ കൊടുക്കാം. ഓക്കേ. ഞാൻ പറയാം വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയതാ. ഒരു ടങ് ട്വിസ്റ്ററാ. കന്നഡ വെച്ച കാനഡക്കാരൻ കന്നഡ പറഞ്ഞു. കന്നഡ വെച്ച കാനഡക്കാരൻ കന്നഡ പറഞ്ഞു. ഓഹോ, നീ ഒരു 5 പ്രാവശ്യം പറയൂ അത്. കന്നഡ വെച്ച കാനഡക്കാരൻ കന്നഡ പറഞ്ഞു. കന്നഡ വെച്ച കാനഡക്കാരൻ ശരി, അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇനി സ്നാക്സിന് എന്താ വേണ്ട? അപ്പൊ ശരി, റൈസ്, പടവലങ്ങ പരിപ്പ് കറി, പാവയ്ക്ക ഫ്രൈ, ഞങ്ങൾക്ക് പാവയ്ക്ക മെഴുക്ക് വരട്ടി. ഓക്കെ ചേട്ടാ? ഉണ്ണിയപ്പം കൊടുത്തു. ഉണ്ണിയപ്പം സ്നാക്സ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഞാനല്ല, ചേട്ടനാണ്. അത് ചേട്ടൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും. കുഞ്ഞു ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് നമ്മളിങ്ങനെ ബൾക്കായിട്ട് കുറെ ഉണ്ടാക്കി വെക്കൊന്നുമില്ല, അന്നത്തേക്ക് ഉണ്ടാവുള്ളൂ. മാക്സിമം പിറ്റേ ദിവസം രാവിലത്തേക്ക് കഴിക്കാൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി തേഴ്സ്ഡേ സ്പെഷ്യൽ ഡേ കാരണം 2 ലൈബ്രറി ഉണ്ട്. അപ്പൊ നമുക്ക് രാവിലെ ഉപ്മാവാക്കിയാലോ? വേണ്ട, നമുക്ക് ദോശ വെക്കാം. ദോശ മതിയോ? ദോശ മതിയോ? ശരി, ദോശ. ചമ്മന്തി, ദോശ ആൻഡ് ചട്നി. ഫൈൻ, അത് എളുപ്പമാണല്ലോ. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അടുത്തത് ലഞ്ച് നമുക്ക് റൈസ്, ചമ്മന്തി, വെണ്ടയ്ക്കല്ല കോവയ്ക്ക. കോവയ്ക്ക നമ്മൾ എഴുതി. കോവയ്ക്ക് ഈ ആഴ്ച ഇനി വേറെ ഇല്ല. ഇനി വേറെ ഒരെണ്ണം പറ. ശരി, അച്ചിങ്ങ എഴുതിയോ? അച്ചിങ്ങ പയറ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അച്ചിങ്ങ കഴിക്കണം. പയറ്, നീണ്ട പയറ് തോരൻ. മെഴുക്ക് വരട്ടിയോ? എനിക്കത് വേണ്ട. അപ്പൊ പിയക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പൊട്ടറ്റോ ഫ്രൈയോ എന്തെങ്കിലും ആക്കി കൊടുക്കാം. പൊട്ടറ്റോ ഫ്രൈ. റൈസ് പൊട്ടറ്റോ ഫ്രൈ ഫോർ പിയ. ചമ്മന്തി. ഓ ശരി, ചമ്മന്തി. ഞാൻ ഒരു ദിവസം ചമ്മന്തി കൊടുത്തിട്ട് എനിക്ക് കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ അവള് കഴിച്ചു കേട്ടോ. അപ്പൊ പൊട്ടറ്റോ ഫ്രൈ. നമുക്ക് അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണോ തോരനാണോ? അച്ചിങ്ങ മെഴുക്ക് വരട്ടി. പിന്നെന്താ, രസം കൂടി വെക്കാം. ഓക്കെ, ശരി. അപ്പം സ്നാക്സിനോ? തേഴ്സ്ഡേ ചോക്കോപ്പൈയൊക്കെ പിയുടെ ലക്ഷറി ആണ് കേട്ടോ. ചോക്കോപ്പൈ ഒന്നും അങ്ങനെ എപ്പോഴും കൊടുത്തിട്ടില്ല, പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ ചോക്കോപ്പൈ മേടിച്ചു കൊടുക്കും. എന്നാലും ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യത്തെ സ്നാക്സ് ചോക്കോപ്പൈ ആയിരിക്കും കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഫ്രൈഡേ. എനിക്ക് ലഞ്ചിന് ഒരു ടിസ്റ്റ് ഉണ്ട്, പറയൂല. ദോശ നമുക്ക് രാവിലെ ചപ്പാത്തിയും പനീറും ആക്കാം. കാരണം നമ്മുടെ ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ചപ്പാത്തി, പനീർ ബട്ടർ മസാല, പനീർ കറി. അപ്പം നമ്മുടെ പനീർ കറിയുടെ വീഡിയോ കണ്ടിട്ട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ റെസിപ്പിയും കൂടെ പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് ചപ്പാത്തി പനീർ കറി ആക്കാം. ലഞ്ചിന് മന്തി ആക്കാം. മന്തി ഈസി. നമ്മുടെ കുക്കർ മന്തി കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ മന്തി അന്ന് പിന്നെ ചേട്ടനും കൂടെ കഴിക്കണം കേട്ടോ. ചേട്ടന് വലിയ താല്പര്യമില്ല, പക്ഷെ എങ്കിലും നമ്മള് പറ്റുള്ളൂ. കാരണം പിന്നീട് ചോറൊന്നും വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ ബാക്കി ചപ്പാത്തി ഉണ്ടെങ്കിൽ ചേട്ടൻ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ചോളും. അപ്പൊ ഫൈനലി സോർട്ടഡ്. അപ്പൊ മന്തിയാണ് നമുക്ക് ലഞ്ചിന് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ കൊടുക്കും. ഇവർക്ക് നോൺ വെജ് അലൗഡ് ആണ് സ്കൂളിൽ, കുഴപ്പമില്ല. അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട്സും എല്ലാരും കൂടെ ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് കഴിച്ചോളും. പിന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന് ഫുഡ് എക്സ്ട്രാ കൊണ്ടുവരണം. എന്തിനാണെന്നറിയോ? നമ്മള് എല്ലാ ദിവസവും ഇനി ഫോട്ടോ എടുക്കും എത്ര ഫുഡ് കഴിക്കണേ. അപ്പൊ നല്ല ഹെൽത്തി ഫുഡ് കൊണ്ടുപോകണം, ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണം കേട്ടോ. ശരി, അപ്പൊ സ്നാക്സിനോ? ബ്രെഡും ജാമും ആയാലോ? ഓക്കെ, അപ്പൊ ബ്രെഡും ജാമും ആണ് സ്നാക്സ്. ശരിക്കും സ്കൂളിലില്ല, എനിക്ക് സ്നാക്സിന്റെ ഒരു അവർ ഇല്ല. പക്ഷെ ഇവിടെ വാനിൽ പെട്ടെന്ന് കഴിച്ചു വെക്കും. പറ്റുമെങ്കിൽ ഞാൻ പെട്ടെന്ന് കഴിച്ചു വെക്കും. എന്നിട്ട് ഞാൻ ഓടിപ്പോയി കൈ കഴുകും. കൈ കഴുകി തിരിച്ചു വന്നപ്പോഴേക്കും ബെല്ലടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് വാനിലിരുന്ന് കഴിക്കാം. ഫ്രണ്ട്സിന്റെ എല്ലാവർക്കും ഷെയർ ചെയ്യും. വൈഗ ചേച്ചി, അനുഷ ചേച്ചി, അവർക്കെല്ലാവർക്കും. വാനിലി സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു വിശപ്പുണ്ടല്ലോ, ആ സമയത്ത് ഇതൊക്കെ കഴിച്ചോളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതേ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് പ്ലാനർ ഇസ് റെഡി. അപ്പൊ ഏട്ടാ ഒന്ന് ക്ലോസ് കാണിച്ചു കൊടുക്കേ. ക്ലോസ് കിട്ടുമോ എന്നറിയില്ല. എന്താണെങ്കിലും ഇതാണ് സംഭവം.
ഇതവിടെ ഒട്ടിക്കൂലോ? ആ ഇത് നമ്മൾ അവിടെ ഒരെണ്ണം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു മന്തിന്റെ ഒരു വീക്കിന്റെ ആയിരുന്നു. അപ്പൊ ഈ സംഭവം നമ്മൾ ഈ കിച്ചണില് ഒട്ടിച്ചു വെക്കും. ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറന്നു പോകില്ല എന്തൊക്കെ സാധനങ്ങളാണ് ഇനി ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫിനിഷ് ചെയ്യണം. റെസിപ്പി നോക്കി പറയാം. അവിടെ സാധനങ്ങളുണ്ട് ഫ്രിഡ്ജിൽ. ഇപ്പൊ ഇത്ര സാധനങ്ങൾ വീട്ടിലുണ്ട്. ആകെ പനീർ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി. അപ്പൊ അത് ആ സമയത്ത് പോയി നമ്മൾ വാങ്ങുന്നു, കുക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് അതെ, ഞങ്ങളിപ്പോ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത്. എല്ലാം കൂടെ ഒരു 200 രൂപ ആയിട്ടുള്ളൂ. അപ്പം ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ചിലപ്പം ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പം എന്റെ ഫ്രണ്ട് വരുന്നുണ്ട് ഇടയ്ക്ക്, അവരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുന്ന സമയത്ത് ആ ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ വെജ് ഒക്കെ കരുതും. അപ്പം മീൻ കറിയൊക്കെ വെക്കും. അപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല കോട്ടയം മീൻകറി വെച്ചത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, പിന്നെ ട്രൈ ചെയ്യും എന്ന് പറഞ്ഞു. അടിപൊളിയാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ മീൻ മേടിച്ചത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അത് എങ്ങനെ വെക്കണം എന്ന്. കോട്ടയം സ്റ്റൈൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ചൊന്ന് വെച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് സമയം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ എത്ര മണിയായി? കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് സൺഡേ ഈവനിങ് ആ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി. ഇതേപോലെ ഫുഡ് പ്ലാനർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റും കറക്റ്റ് ആയിരിക്കും. നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് ചോദിക്കുകയോ ചേച്ചി രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചേച്ചിക്ക് കൺഫ്യൂഷൻ ആവില്ലേ, സമയം ഇതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. സൺഡേ എല്ലാവരും കൂടി വൈകുന്നേരം ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നമുക്ക് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ ഞാൻ കുക്ക് ചെയ്ത് വെക്കുകയല്ല, എല്ലാവരുടെയും ഇഷ്ടം കൂടി ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഞാനും ഹാപ്പി, അവരും ഹാപ്പി, എല്ലാവരും. രാവിലെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് ഇന്നും ദോശയാണോ എന്ന് ചോദിക്കില്ല. കാരണം ദോശ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാണ്. ദോശ അങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ വീട്ടിലും അല്ല എനിക്ക് ദോശ മടുത്താലും ദോശ തന്നെ കഴിക്കേണ്ടി വരും. കാരണം അതേ ഉള്ളൂ. അങ്ങനല്ല, ഷെഡ്യൂളിൽ നമ്മൾ ഓരോ ദിവസം ഓരോന്നായിട്ടിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. മതി 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 ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ബൈ ബൈ.